പക്ഷേ നമ്മൾ കഴിഞ്ഞ 75 വർഷമായിട്ട് വർഗീയമായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. ഇന്ന് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് സിവിൽ കോഡിൻ്റെ ഒരു അത്യാവശ്യത്തെ പറ്റിയിട്ട്, അത് ഇന്ത്യയിൽ വരേണ്ടതിൻ്റെ ഒരു അത്യാവശ്യത്തെ പറ്റിയിട്ട് അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വർഗീയമായിട്ടാണോ ജീവിച്ചത്? അദ്ദേഹം പറയുന്നത് മതേതരമായിട്ടുള്ളൊരു സിവിൽ കോഡ് നമ്മൾക്ക് എന്തായാലും അത്യാവശ്യമാണെന്നാണ്. BJPക്ക് വലിയ രീതിയിൽ ഭൂരിപക്ഷമില്ല. എന്താണ് അതിൻ്റെ ഒരു സാധ്യത വരും ദിവസങ്ങളിൽ? അല്ല, നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 78ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നാളുകളിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിൽ നമ്മുടെ നിയമങ്ങൾ, പ്രത്യേകിച്ച് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സംഭവം. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിനേക്കാൾ കൂടുതൽ ഊന്നൽ നൽകിയത് മതേതര സിവിൽ കോഡ് എന്ന് പറയുന്ന പ്രയോഗത്തിനാണ്. എനിക്ക് തോന്നുന്നത് മതേതര സിവിൽ കോഡിലെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ആവശ്യമാണ് എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. പക്ഷേ ഇന്ത്യയിൽ BJP അത് മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് ഈ മുസ്ലിം പോളറൈസേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് അത് എതിർക്കപ്പെട്ടതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മുൻപ് ഇപ്പോൾ CPM തന്നെ മുൻപ് EMSൻ്റെ കാലത്തൊക്കെ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് വാദിച്ചിരുന്ന പാർട്ടിയാണ്. അതാണ് ശരിക്കും പറഞ്ഞതിൻ്റെ. പക്ഷേ ഈ രാജ്യം വർഗീയമായിട്ടാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ പോലും അത് മാറുന്നില്ല. നമ്മുടെ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ജാതിയൊന്നും മാറ്റാൻ പറ്റില്ല. ആളുകൾ ജാതി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ജാതിയിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ ജാതി ചോദിക്കരുത്, പറയരുത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജാതി ചോദിക്കണം, പറയണം എന്നുള്ളതാണ്. ജാത്യാഭിമാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സവർണ ജാതിയിൽപ്പെട്ടവരായാലും അതേപോലെ കീഴ്ജാതിയിൽപ്പെട്ടവരായാലും അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് അതിനെ കണക്കാക്കുകയും അങ്ങനെ കൂടുതൽ ജാതീയമായ രീതിയിൽ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും മേൽജാതിയിൽപ്പെട്ട സവർണ ജാതിയിൽപ്പെട്ടവർക്കാണ് ഈ ജാതി പറയുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു സമീപനം എന്ന നിലയ്ക്ക് കീഴ്ജാതിയിൽപ്പെട്ടവരും അവരുടെ ജാതി പറയണം എന്നവർ തീരുമാനിക്കാൻ ചെയ്യുന്നത്. കാരണം ഈ ജാതിയാണ് നമ്മളുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗം എന്നുള്ള വിശ്വാസത്തിൽ അവരെത്തുകയാണ് ചെയ്യുന്നത്. ഇത് മാറണം. ഇതെല്ലാം മാറിയാൽ മാത്രമാണ് നമുക്ക് മതേതര സങ്കല്പം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും. ജാതി തുടച്ചു മാറ്റുക എന്നുള്ളതിൻ്റെ അർത്ഥം. ജാതി ഉണ്ടാവണം, അത് ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമായിട്ട് കണക്കാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഇല്ലാതാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് ജാത്യാഭിമാനത്തെ മുന്നിൽ നിർത്തി പോരാട്ടം ആരംഭിക്കുമ്പോഴാണ് വർഗീയ കലാപങ്ങളുണ്ടാകും. അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ജാതീയമായിട്ടൊരു സമൂഹം പ്രവർത്തിക്കുന്നത് തന്നെ ഒരു രാജ്യത്തിന് നല്ലതായിട്ട് നമുക്കൊരിക്കലും പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ മതേതര സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളൊരു പ്രയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം പുലർത്തുന്നതിന് വേണ്ടി നടപ്പാക്കപ്പെടുന്ന ഒന്നായിട്ട് വിലയിരുത്തപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതാണ് പ്രശ്നം. ആ പ്രചരണത്തിൽ കാമ്പുണ്ടോ, അത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വിശകലനം ചെയ്യുകയും അവരെ വിളിച്ചെടുത്ത് സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്താൽ ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് ഈ മതേതര സിവിൽ കോഡ് തന്നെയാണ്. കാരണം ഓരോ ജാതിക്കും ഓരോ പ്രത്യേക നിയമങ്ങൾ എന്ന് പറയുന്നത് ആ ജാതിയുടെ ജാത്യാഭിമാനത്തെയും അധിഷ്ഠിതമായിട്ടുള്ള ജീവിത വ്യവസ്ഥയും നിലനിർത്താനേ സഹായിക്കുക. അപ്പോൾ മതേതരമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വരികയും ഏകീകൃത സിവിൽ കോഡ് വരികയും ചെയ്യുന്നു. ഒരു രാജ്യത്തിന് ഒരു നിയമം എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശീലിച്ചു പോകുന്ന അങ്ങനെയാണ്. കീഴ്ക്കോടതി, അത് കഴിഞ്ഞാൽ പിന്നെ ജില്ലാ കോടതി കഴിഞ്ഞ് ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി, ഇങ്ങനെ പോകുന്ന ഈ കോടതി സംവിധാനങ്ങളിൽ മുഴുവനും ഒരു നിയമത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരാളെ കൊന്നാൽ അതൊരു കൊലപാതക കുറ്റമാണ്. ആ കൊലപാതക കുറ്റത്തിന് അയാൾ മുസ്ലിമാണോ, ഹിന്ദുവാണോ, പാഴ്സിയാണോ, സിഖാണോ, ക്രിസ്ത്യാനിയാണോന്നൊന്നും അന്വേഷിക്കുന്നില്ല. അങ്ങനെ അന്വേഷിക്കാൻ പാടില്ല. അതാണ് ശരി. അതെല്ലാ കാര്യങ്ങളിലും ബാധകമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ ഈ BJP പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അത് ഈ പറയുന്നവരെ മുസ്ലിമിനെതിരെ
ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് വരുത്തി തീർത്ത് അതിൻ്റെ ഒരു പോളറൈസേഷൻ, ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്ന രീതി നിലനിന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത് മാറ്റണം. അത് മാറ്റി അവരെ വിളിച്ചിരുത്തി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, അതിപ്പോൾ എല്ലാ മതങ്ങളുടെ ഒരു ആഗ്രഹം എന്താണ്? അവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് സ്ഥാപിച്ചെടുക്കലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മത നിയമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത് മതങ്ങളുടെ ആവശ്യമാണ്, പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇപ്പം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾ ലോകം മുഴുവൻ കറങ്ങി കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ത്യ മുഴുവനായിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയാൽ മതി. ഇന്ത്യ ഒരുപാട് ലോകങ്ങളുടെ ഒരു മിനിയേച്ചറാണ്, നിരവധി ഭാഷകൾ, നിരവധി സംസ്കാരങ്ങൾ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൈവിധ്യത്തെ ഇല്ലാതായി പോകുമെന്ന് പറയുന്ന ആശങ്കകൾ പലരും ഉയർത്തുന്നുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊലപാതകത്തിന് നിങ്ങൾക്ക് ഏക സിവിൽ കോഡാണ്. അതേപോലെ കുറ്റങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരൊറ്റ നിയമത്തിന് വിധേയമായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അത് ഈ മതപരമായ ഇതുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കോടതിയെ ഇടപെടിക്കാൻ പാടില്ല എന്നുള്ള മതത്തിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. ഹിന്ദു ഭൂരിപക്ഷ രാജ്യം എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് അതിനകത്ത് ആശങ്ക വരുന്നുണ്ട്. ആ ആശങ്ക പരിഹരിക്കണേ അവരെ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കണം. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ BJPയുടെ വിഷയം എന്ന് പറയുന്നത്, BJPക്ക് ഒറ്റയ്ക്ക് ഈ നിയമങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. കാരണം ഇത് BJPയുടെ മാത്രം വിഷയമല്ല, ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതിന് കരണീയമായിട്ടുള്ളൊരു കാര്യമായി എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം ബഹുസ്വര സ്വഭാവം പുലർത്തുന്ന ഒരു രാജ്യം. ആ ബഹുസ്വരത നിലനിർത്തുന്നതിന് ഒരിക്കലും ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് തടസ്സമാകില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആകാൻ പാടില്ല. പക്ഷെ അതാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് രൂപപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ നിയമങ്ങളെല്ലാം അത്രമാത്രം കൃത്യമായിട്ട് മതേതര സ്വഭാവം പുലർത്തുന്നതായിരിക്കണം. എങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് നടപ്പിലാക്കാനായിട്ടുള്ള BJPയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഉള്ള ഒരു സംശയമാണ് ഈ പ്രശ്നത്തെ ഈ രീതിയിൽ ഇപ്പോൾ നിലനിർത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പകരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ മതങ്ങളെയും വിളിച്ചിരുത്തി പ്രധാനമന്ത്രി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിലെത്തട്ടെ. ഇത് തർക്കിച്ച് പ്രചരിപ്പിച്ച് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഉപാധിയല്ല ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും, ഇപ്പോൾ എനിക്ക് ബാധകമാകുന്ന ഒരു നിയമം, എനിക്കെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കല്ല, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന് വിഷയമാകുന്ന അല്ലെങ്കിൽ പ്രശ്നമാകുന്ന ഒരു വിഷയം ആ സമൂഹത്തെ വിളിച്ചിരുത്തി അതിൻ്റെ പ്രതികളെ വിളിച്ചിട്ട് സംസാരിക്കാമല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ച് തീർക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയായിട്ടുള്ള രീതിയിൽ എന്താണ് എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പരിശോധന നടത്തിയിട്ട് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ശരിയായ കാര്യങ്ങൾ നടപ്പിലാക്കുക, ബഹുസ്വരത നിലനിർത്തുക. നമ്മൾ നേരത്തെ മുതൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമാണ് ഈ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയും. അപ്പോൾ ഈ നാനാത്വത്വം നിലനിർത്തി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളുടെ ഏകത്വത്തെ, ഒരേ ഒരു ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ഭാഷ മാത്രം മതി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഭാഷാ സംസ്കാരങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം? മരിച്ചു പോകണം. അത് പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏത് കാര്യത്തിലാണ് നമുക്ക് ഏകീകൃത സ്വഭാവം പുലർത്താനായിട്ട് കഴിയുന്നത്? നിങ്ങൾ ഇന്ത്യക്കാരെല്ലാം ഒരേ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ മതി, നിങ്ങൾ ഇന്ത്യക്കാരെല്ലാം ഒരേ ഭക്ഷണം കഴിച്ചാൽ മതി, അങ്ങനെയൊന്നും പറയുന്നതിന് നമുക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ രുചികളുണ്ട്, അതുപോലെ വസ്ത്രത്തിൻ്റെ അവരുടെ കോസ്മെറ്റിക് കൺസെപ്റ്റ് ഉണ്ട്, സൗന്ദര്യബോധമുണ്ട്, അവരുടെ സാംസ്കാരിക രീതികളുണ്ട്. അതൊക്കെ നിലനിർത്തണം. അതെല്ലാം നിലനിർത്തുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ബഹുസ്വരത എന്ന് പറയുന്നത് പ്രസക്തമായി തീരുന്നത്. ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ആകർഷണീയത എന്ന് പറയുന്നത്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ ഒരു ചുവടുമാറ്റം കൂടിയാണോ മോദിയുടെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്? കാരണം BJP എന്ന് പറയുന്ന പാർട്ടി ഹിന്ദുക്കളുടെ പാർട്ടി എന്ന രീതിയിൽ പലരും വിലയിരുത്തുന്നു, പല രാഷ്ട്രീയ ആളുകളും. അപ്പോൾ അതിൻ്റെ ഒരു ചുവടുമാറ്റമാണോ? കാരണം ഇപ്പം മതേതര സിവിൽ കോഡിന് വേണ്ടി, സെക്യുലർ സിവിൽ കോഡിന് വേണ്ടിയാണ് മോദി വാദിക്കുന്നത്. പല BJP നേതാക്കളും സെക്യുലറിസം എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ ഒരു അർദ്ധരാത്രി ഉൾപ്പെടുത്തിയതാണെന്നും പറയുന്നുണ്ട്. അല്ല, ഇന്ത്യയുടെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് അത് സെക്യുലർ സ്പെക്ട്രമാണ് ശരിക്കും.
ആ സെക്യുലർ സ്പെക്ട്രത്തിന് ഒരു കാരണവശാലും പരിക്കില്ലാത്ത തരത്തിൽ ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താണ്? ഇന്ത്യയിൽ അത്രമാത്രം വൈവിധ്യങ്ങൾ നിറഞ്ഞ ജനസമൂഹങ്ങളുണ്ട്. അവരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമയത്താണ് നമ്മുടെ കരുത്ത്, ഇന്ത്യയുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ അതിനെ മാറ്റുക. മതേതര സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് സെക്കുലർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ നല്ലതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് സെക്കുലർ സൊസൈറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഹിന്ദു സൊസൈറ്റി മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല, നമുക്ക് മുസ്ലിം സൊസൈറ്റി ആയിട്ട് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല, ക്രിസ്ത്യൻ സൊസൈറ്റി ആയിട്ട് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല, പാഴ്സി, അങ്ങനെ ബുദ്ധന് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സെക്കുലർ സ്പെക്ട്രം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു ആഹ്ലാദം. അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ ഈ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ അങ്ങനെ ഈ ഒരു സെക്കുലർ സ്പെക്ട്രത്തിലേക്ക് പോകാനായിട്ട് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. BJPയുടെ പല നേതാക്കളും അങ്ങനെയല്ല സംസാരിക്കാറുള്ളത്. പല നേതാക്കളും വളരെ കടുത്ത തീവ്ര ഹിന്ദു നിലപാട് പ്രകടമാക്കുന്നതായിട്ടുള്ള നേതാക്കളാണ്. അവർക്ക് കൂടി ഈ മാറ്റം വരുത്താൻ ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കഴിഞ്ഞാൽ വളരെ നല്ലത്. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളേതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള വിഭാഗത്തിൻ്റെ രാജ്യമായിട്ട് മാറുക എന്ന് പറയുന്നത് പണ്ടും നമുക്കങ്ങനെയില്ല, ഇപ്പോഴുമില്ല, ഇനിയും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.